അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഖസീദത്തുൻ നുമാനിയയിലെ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 7-ാമത്തെയും 8-ാമത്തെയും ബൈത്താണ്. ബഹുമാനപ്പെട്ടവർ പാടുകയാണ്: അൻതല്ലദീ നാദാക റബ്ബുക മർഹബ വലഖദ് ദഅാക ലിഖുർബിഹി വഹമാക അൻതല്ലദീ ഫീനാ സഅൽത ശഫാഅതൻ നാദാക റബ്ബുക ലം യകുൻ ലിസിവാക. ഇതിനു മുമ്പുള്ള ബൈത്ത് 6-ാമത്തെ ബൈത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശത്തിന്റെ ആ ലോകത്തിലേക്ക് പോയ മിഅ്റാജിയുടെ അതിലേക്കുള്ളൊരു സൂചന ബഹുമാനപ്പെട്ടവർ അതിൽ നമ്മെ സൂചിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്: അൻതല്ലദീ, തങ്ങളാകുന്നത് ഒരുത്തരാണ്, നാദാക്ക, തങ്ങളെ അള്ളാഹു വിളിച്ചിരിക്കുന്നു, റബ്ബുക, തങ്ങൾക്കുള്ള റബ്ബിനെ അവന്റെ അടുക്കൽ അവൻ വിളിച്ചിരിക്കുന്നു, മർഹബൻ, അവൻ സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ ബഹുമാനത്തോടു കൂടെയാണ്. വലഖദ് ദഅാക, വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, മുത്തുനബിയെ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ വിളിച്ചിരിക്കുന്നു, ലിഖുർബിഹി, അള്ളാഹുവിന് അടുത്തെറിഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി, വഹമാക, തങ്ങളവൻ കാത്തിരിക്കുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനം മനസ്സിലാകണമെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്റാ മിഅ്റാജ് എന്ന മുത്തനബിയുടെ ആ മുഅ്ജിസത്താകുന്ന ആ യാത്രയെ എത്രമാത്രം ഗൗരവത്തോടു കൂടെയാണ് അള്ളാഹു തന്നിലേക്ക് തൻ്റെ ഹബീബിനെ വിളിച്ചു വരുത്തിയത്. അത് മനസ്സിലാകുമ്പോൾ, അതിനെക്കുറിച്ച് ഇമാമിങ്ങളെ പറഞ്ഞതെല്ലാം മനസ്സിലാക്കുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാകുന്നുണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിന് എത്രമാത്രം ബഹുമാനമുണ്ടായിരുന്നു, അത്രയും ഗൗരവമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലൂടെ മനസ്സിലാക്കുകയാണ്. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. ഈ ബൈത്തിൽ ബഹുമാനപ്പെട്ടവരെ സൂചിപ്പിച്ച വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. നാദാക റബ്ബുക മർഹബ, അള്ളാഹു തൻ്റെ ഹബീബിനെ തന്നിലേക്ക് വിളിച്ചു വരുത്തിയത് അവൻ സ്വാഗതം ചെയ്തുകൊണ്ടാണ്. കേവലം ഒരു യാത്ര ചെയ്തതല്ല, ആ യാത്ര മുഴുവനായിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ യാത്രമധ്യയും വലിയ സ്വീകരണങ്ങൾ, വലിയ സ്വാഗതങ്ങൾ മുത്തുനബിക്ക് അള്ളാഹു ഏർപ്പെടുത്തിയിരുന്നു. ഓരോരോ ആകാശത്തിലേക്ക് എത്തിയപ്പോൾ അള്ളാഹു വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ മുത്തുനബിക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുകയും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ പറയുന്നതുപോലെ വല്ലാത്തൊരു വാക്കാണ്. തൻ്റെ അടുക്കലിലേക്ക് അള്ളാഹുവിനെ അടുത്തു മനസ്സിലാകാൻ വേണ്ടി തൻ്റെ റബ്ബ്, തൻ്റെ പ്രിയപ്പെട്ട ഹബീബായ തൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും തനിക്ക് ഇഷ്ടമുള്ള ഈ ദുനിയാവെല്ലാം പടക്കാൻ, അല്ല ഈ സൃഷ്ടികളെ തന്നെ പടക്കാൻ കാരണക്കാരനായ തൻ്റെ ഹബീബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഇങ്ങനൊരു ബഹുമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്കാർക്കും അല്ലാഹു നൽകിയിട്ടില്ല. അല്ലാഹു അവന്റെ അടിമകൾക്ക് പല രീതിയിലുള്ള ബഹുമാനങ്ങൾ, ഗൗരവങ്ങൾ നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വലിയ ഗൗരവം നൽകിയവരാണല്ലോ അമ്പിയാക്കൾ. പക്ഷേ അവർക്കാർക്കും ഇങ്ങനൊരു സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. പ്രധാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ മിഅ്റാജിയുടെ യാത്രയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കാണാം. വളരെ ഗൗരവമേറിയ ഒരു ഹദീസാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയത് മലായികയുടെ കൂട്ടത്തിലെ അവരിലെ ഒന്നാമനായ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതും വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഏതോ ഒരു മലക്കിനെ കൊണ്ടല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്റാ മിഅ്റാജിലേക്ക് കൂട്ടാൻ വേണ്ടി അള്ളാഹു അയച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ്. അവിടെ നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അതാ ആകാശത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കയറിപ്പോവുകയാണ്. അങ്ങനെ 1-ാമത്തെ ആകാശത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ ആദം നബി അലൈഹിസ്സലാമിനെ 1-ാമത്തെ ആകാശത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുമുട്ടുകയും അവിടെ ആദം നബി അലൈഹിസ്സലാം മുത്തുനബിക്ക് വലിയ സ്വാഗതം ചെയ്യുകയും മുത്തുനബിയോട്
നല്ല സന്തോഷത്തുള്ള വാക്കുകളൊക്കെ പറയുകയും മുത്തുനബിക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ആകാശത്തിലേക്ക് കയറിപ്പോവുകയാണ്. അവിടെ ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹുവിന്റെ റസൂൽ കണ്ടുമുട്ടുകയാണ്. ഈസ നബി അലൈഹിസ്സലാമും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഖൈറിനെ കൊണ്ട് ബറക്കത്തിനെ കൊണ്ട് ദുആ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ സുമ്മ ഉരിജ ബി ഇല സമാഇ സാലിസ, മൂന്നാമത്തെ ആകാശത്തിലേക്ക് മുത്തുനബി പറയാണ് ഈ കഥകൾ, ഈ വിഷയങ്ങളെല്ലാം സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നെ മൂന്നാമത്തെ ആകാശത്തിലേക്ക് ജിബ്രീൽ പിന്നെ കൊണ്ടുപോയി. എനിക്ക് മൂന്നാമത്തെ ആകാശത്തിൽ കണ്ടുമുട്ടിയത് യൂസുഫ് നബി അലിഹിസ്സലാമിനെയാണ്. യൂസുഫ് നബി അലിഹിസ്സലാമും അവിടെയും എനിക്ക് വേണ്ടി ഫറഹബ വദആലി ബിഖൈർ, എനിക്ക് യൂസുഫ് നബി അലിഹിസ്സലാമും ഖൈർ കൊണ്ട് ദുആ ചെയ്തു തന്നു. സുമ്മ ഉരിജ ബിനാ ഇല സമാഇ റാബിയ, പിന്നെ നാലാമത്തെ ആകാശത്തിലേക്കാണ് കയറിപ്പോയത്. അവിടെ കണ്ടുമുട്ടിയത് ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലിഹിസ്സലാമാണ്. ഇദ്രീസ് നബി അലിഹിസ്സലാമും വദആലി ബിഖൈർ, എനിക്ക് വേണ്ടി ഖൈർ കൊണ്ട് ദുആ ചെയ്തു തന്നു. നോക്കണം, ഇത് കേവലം കേൾക്കല് മാത്രമല്ല, ഒന്ന് മനസ്സിരിച്ച് വായിക്കേണ്ട വാക്കുകളാണ്, വിഷയങ്ങളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്തിലേക്ക് വരുന്നതിനു മുമ്പ് അള്ളാഹു ഈ ലോകത്തിലേക്ക് അയച്ച പ്രധാനപ്പെട്ട എല്ലാ അമ്പിയാക്കളെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടുകയാണ്. അവരെല്ലാം മുത്തുനബിക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയാണ്. ഇതിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാം അവരെല്ലാം മുത്തുനബിയെ എത്രമാത്രം ബഹുമാനമായി കണ്ടിരുന്നു എന്ന്. ഇങ്ങനൊരു സ്ഥാനം ലോകത്ത് ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്? വീണ്ടും മുത്തുനബി പറഞ്ഞു സുമ്മ ഉരിജ ബിൽ സമാഇൽ ഖാമിസ, പിന്നെ അഞ്ചാമത്തെ ആകാശത്തിലേക്ക് നമ്മൾ കയറി പോകുന്നുണ്ട്. അവിടെ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ എനിക്ക് കാണാൻ സാധിച്ചു. ഫറഹബ വദആലി ബിഖൈർ, ഹാറൂൻ നബി അലൈഹിസ്സലാം സ്വാഗതം ചെയ്തു, എനിക്ക് വേണ്ടി ഖൈറിന് വേണ്ടി ദുആ ചെയ്തു തന്നു. തുമ്മ ഉരിജ ബിൽ സമാഇ സാദിസ, പിന്നെ ആറാമത്തെ ആകാശത്തിലേക്ക് ഞാൻ കയറിപ്പോയി. അവിടെ എനിക്ക് കണ്ടുമുട്ടാൻ സാധിച്ചത് മൂസ നബി അലൈഹിസ്സലാമിനെയാണ്. മൂസ നബി അലൈഹിസ്സലാമും ഫറഹബ വദആലി ബിഖൈർ, എനിക്ക് വേണ്ടി ഖൈറിന് ദുആ ചെയ്തു തന്നു. പിന്നെ ഏഴാമത്തെ ആകാശത്തിലേക്കാണ് ഞാൻ കയറിപ്പോയത്. അവിടെ എനിക്ക് കാണാൻ സാധിച്ചത് എൻ്റെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഏഴാമത്തെ ആകാശത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ട കുറേ ഉപദേശങ്ങളെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുത്തുനബിക്ക് പറഞ്ഞു കൊടുക്കുകയും പിന്നീട് അങ്ങോട്ട് സിദ്റത്തുൽ മുൻതഹയിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് കുറേ ലോകങ്ങളിലേക്ക് മുത്തുനബി സഞ്ചരിക്കുന്നുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൂടെ. അങ്ങനെ ഒരു സ്ഥലത്തിലേക്ക് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് പറയുന്നു, ഓ നബിയെ, ഇതുവരെ എനിക്ക് കൊണ്ടുവരാനുള്ള ഓർഡർ മാത്രമേ അല്ലാഹുവിനുള്ളൂ. ഇനി അങ്ങോട്ട് വരാൻ എന്നെ കൊണ്ടും സാധിക്കില്ല നബിയെ, ഇനി അങ്ങോട്ട് പോയിക്കോളൂ. അല്ലാഹും നിങ്ങൾ മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര. എനിക്ക് അങ്ങോട്ട് ഇനി വരാനുള്ള സാധ്യതയില്ല, എന്നെ കൊണ്ട് സാധിക്കുകയില്ല. എവിടെയാണ് മനസ്സിലാക്കണം, ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പോവാൻ സാധ്യതയില്ലാത്ത സ്ഥലത്തിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറിപ്പോവുകയാണ്. അത്രമാത്രം വലിയൊരു സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിക്ക് നൽകുകയാണ്. അതിനെ സൂചിപ്പിച്ചിട്ടാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പാടിയത്, അൻതല്ലദീ നാദാക റബ്ബുക മർഹബ വലഖദ് ദഅാക ലിഖുർബിഹി വഹമക. അല്ലാഹു തന്നിലേക്ക് അടുത്ത തന്റെ പ്രിയപ്പെട്ട ഹബീബിനെ തന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മിഹ്റാജ് എന്ന വലിയ യാത്രയെ മുത്തുനബിയുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയിട്ടുള്ളത്. യാത്രയുടെ എല്ലാ സ്ഥലങ്ങളിലും അല്ലാഹു വലിയ സ്വീകരണങ്ങൾ അല്ലാഹു നൽകിയിരുന്നു, ഏർപ്പെടുത്തിയിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിനു മുമ്പ് ഇവിടെ കഴിഞ്ഞുപോയ അമ്പിയാക്കളിലെ പ്രധാനപ്പെട്ട, ഇവിടെ നമ്മൾ സൂചിപ്പിച്ച അമ്പിയാക്കളെല്ലാം അമ്പിയാക്കന്മാരുടെ ലിസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട അമ്പിയാക്കന്മാരാണല്ലോ. അവരെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിക്ക് വേണ്ടി സ്വാഗതം ചെയ്യാൻ വേണ്ടി അല്ലാഹു ഏർപ്പെടുത്തുകയാണ്. ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനം. എട്ടാമത്തെ ബൈത്ത് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അൻതല്ലദീ ഫീനാ സഅൽത ശഫാഅതൻ
നദാക റബ്ബുക ലം യകുൻ ലിസിവാക അൻതല്ലദീ ഓ നബിയെ ഫീന തങ്ങളിലാണ് സഅൽത ഷഫാഅതൻ നമ്മൾ ഷഫാഅത്ത് ചോദിക്കുന്നത് നാദാക തങ്ങളെ റബ്ബ് തങ്ങളെ വിളിച്ചിരിക്കുന്നു റബ്ബുക തങ്ങളെ റബ്ബ് തങ്ങളെ വിളിച്ചിരിക്കുന്നു ലം യകുൻ സിവാക തങ്ങൾക്ക് മുത്തനബിക്ക് അല്ലാഹു നൽകിയ പോലത്തൊരു സ്ഥാനം അല്ലാഹു ആർക്കും നൽകിയിട്ടില്ല നബിയെ. ഇത് യാഥാർത്ഥ്യമാണ്. ഒരു അമ്പിയാക്കൾക്കും അല്ലാഹു ഇങ്ങനെയൊരു സ്ഥാനം നൽകിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ ഈ ബൈത്തിലൂടെ നമ്മെ സൂചിപ്പിക്കുകയാണ്. ഈ ബൈത്ത് നമ്മെ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത അതേ ആഖിറത്തിന്റെ ഭയാനകമായ സംഭവത്തിനെയാണ്. അവിടെ നമ്മൾക്ക് സഹായം ചോദിക്കാനുള്ളത്, നമ്മൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ളത്, ഏറ്റവും വലിയ അധികാരമുള്ളത് അത് മുത്തനബിക്ക് മാത്രമാണ്. മറ്റുള്ളവരെല്ലാം ഭയപ്പെട്ടു നിൽക്കുന്ന, അമ്പിയാക്കന്മാരടക്കം ഭയപ്പെട്ടു നിൽക്കുന്ന, നമ്മളെ കൊണ്ട് ഇന്നൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് എല്ലാവരും ഭയപ്പെട്ടു നിൽക്കുന്ന ആ സമയത്ത് മുത്തനബിയാണ് നമ്മെ സഹായിക്കാനുള്ളത്. അന്നെല്ലാവരും മുത്തനബിയുടെ കാൽ കീഴിലാണ് എല്ലാവരും എത്തുന്നത്. ഓ നബിയെ നമുക്ക് വേണ്ടുന്ന ശഫാഅത്ത് ചോദിക്കണേ എന്ന്. അങ്ങനൊരു സ്ഥാനം അല്ലാഹു ആർക്കും നൽകിയിട്ടില്ല. അതാണ് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചത്. അൻതല്ലദീ ഫീന സഅൽത ശഫാഅതൻ നദാക റബ്ബുക ലം യകുൻ ലിസിവാക. മുത്തനബിയെ പോലത്തൊരു സ്ഥാനം ഒരാൾക്കും അല്ലാഹു നൽകിയിട്ടില്ല. ഇങ്ങനൊരു ബഹുമാനം, ഇങ്ങനൊരു ഗൗരവം ഏതമ്പ്യാക്കൽക്കാണ്? അവന്റെ സൃഷ്ടികൾ ആർക്കാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്? അങ്ങനൊരു മുത്തനബിയല്ലേ നമുക്ക് അല്ലാഹു നേതാവായിട്ട് നൽകിയിട്ടുള്ളത്. ആ മുത്തനബിയുടെ ഉമ്മത്തികളായിട്ട് അല്ലാഹു നമ്മെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നതിന് എന്തു വലിയൊരു ഭാഗ്യമാണ്, എന്തു വലിയൊരു നിഅമത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. ആ മുത്തനബി എത്രമാത്രം നാം ബഹുമാനിച്ചാലും എത്രമാത്രം നാം സ്നേഹിച്ചാലും അത് ഒരിക്കലും മതിയാവാത്ത ഒരു ലോകമാണെന്നുള്ള ഗൗരവം നമുക്കെന്നും ഉണ്ടാകേണ്ടതാണ്. ഇത്തരത്തിലുള്ള ബൈത്തുകളെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന എന്തിനാണ്? മുത്തനബിയോട് നമുക്ക് വലിയ ബന്ധമുണ്ടാകണമെന്നല്ലേ. ഈ ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? മുത്തനബിയുടെ പേരിൽ ധാരാളം സലാത്ത് ചെല്ലുക എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് മുത്തനബിയെ നമുക്ക് ബഹുമാനിക്കാനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് മുത്തനബിക്ക് എത്രമാത്രം നമുക്ക് സ്വലാത്ത് ചെല്ലാൻ സാധിക്കുമോ അത്രമാത്രം മുത്തനബിക്ക് സ്വലാത്ത് ചെല്ലലാണ്. അതാണല്ലോ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു നമ്മെ പറഞ്ഞു തന്നത്. ഞാനും എൻ്റെ മലായികങ്ങളും മുത്തനബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, നിങ്ങളും സ്വലാത്ത് ചെല്ലണമെന്ന്. അതിന് ധാരാളം നേട്ടങ്ങൾ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും വെറുതെയാവുകയില്ല. നാം ചൊല്ലുന്നവെല്ലാം ഓരോ സ്വലാത്തും എത്രമാത്രം വർദ്ധിപ്പിക്കുന്നുണ്ടോ, എത്രമാത്രം അധികരിപ്പിക്കുന്നുണ്ടോ അതിനെല്ലാം തക്കതായ പ്രതിഫലം അല്ലാഹു നൽകുമെന്നുള്ളത് തീർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിയുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ അധികരിപ്പിക്കാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.